12 into 12 ആണ്. ഇത് ഏതാണ് സൈസ് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇതില് നമുക്ക് അരിപ്പുണ്ട് ഉപയോഗപ്പെടും. കാണുന്നില്ലേ, പയറൊക്കെ ഇതിടാം. നമുക്ക് തന്നെ നമുക്ക് എല്ലാം നട്ടു വളർത്തി ഉണ്ടാക്കാൻ പറ്റും. 8 സ്റ്റാൻഡാണ്. നമുക്കിപ്പോ ഒരു ഗ്രോ ബാഗ് ഇതും വെക്കാം, ഇതും 18 into 6 ഇത് 4 into 9 അതും വെക്കുക. അപ്പൊ എല്ലാ ഗ്രോ ബാഗിനും ഇത് യൂസ്ഫുൾ ആണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ വാങ്ങിച്ച പുതിയ ഗ്രോ ബാഗും പിന്നെ സ്റ്റാൻഡും. ഇത് രണ്ടുമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. വീട്ടിൽ ചെറിയ സ്ഥലത്ത് പോലും കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ് ഈ വീഡിയോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച ഗ്രോ ബാഗ്സ്. ഓരോന്നും ഓരോ സൈസാണ്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് മൂന്നും ഓരോന്നും ഓരോ സൈസാണ്. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ടെറസിൻ്റെ മേലെയൊക്കെ കൃഷി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വളരെ പ്രയോജനപ്പെടുന്നതാണ്. അപ്പോൾ ഓരോന്നും ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഒരു 10 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. 10 ഗ്രോ ബാഗ്സ് ആണ്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 12 into 12 inches ആണ്. ഇതിൽ അത്യാവശ്യം നമുക്ക് പച്ചമുളക്, തക്കാളി, പിന്നെ വഴുതിരിങ്ങ, വെണ്ടക്ക എല്ലാം നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന സൈസിലുള്ള ഗ്രോ ബാഗ്സ് ആണ്. ഇത് 12 into 12 ആണ്. നല്ല സ്ട്രോങ് ആണ്, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ഇതിങ്ങനെ ഹോളുണ്ട്. ഇപ്പം വെള്ളം കെട്ടി നിൽക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡ്രൈനേജ് ഹോളും ഉണ്ട്. ഇവിടെ ഒരു ഹോളുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെയും ഇവിടെയൊക്കെ ഓരോ ഹോള് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മൊത്തം 3 ഹോളുണ്ട് ഇതിൽ. അപ്പോൾ ഇത് 10 എണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. 10 എണ്ണം ഗ്രോ ബാഗ് ഇതാണ്. ഇത് ഏതാണ് സൈസ് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് 15 into 12 ഇതാണ് സൈസ്. ഇതിൽ അത്യാവശ്യം നമുക്ക് പിന്നെ എന്താ കരിവേപ്പില ചെടി, പിന്നെ ഉരുളക്കിഴങ്ങ്, പൊട്ടാറ്റോ, ബീട്രൂട്ട്, പിന്നെ ക്യാബേജ് അങ്ങനത്തെ ഒക്കെ കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്രോ ബാഗ്സ് ആണ്. 15 into 12 അത്യാവശ്യമൊക്കെ നമുക്കിതിൽ ചെയ്യാം. ഇപ്പോൾ ചെറുനാരങ്ങ തൈയൊക്കെ ഉണ്ടല്ലോ, പൊമോഗ്രാനറ്റ് അങ്ങനെയൊക്കെ ഉള്ളത് കൃഷി ചെയ്യാം. കുറച്ച് ഇത് വീതിയുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് ഞാൻ 10 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് 18 into 6 18 into 6 ഇഞ്ചാണ് ഇത്. ഇതിൽ നമുക്ക് അത്യാവശ്യം വിത്ത് പാകാനും പിന്നെ മല്ലിയില, പുതിനയില അങ്ങനെയൊക്കെ ഉള്ളത് ഇടാം. 18 into 6 കണ്ടില്ലേ. ഇതും 18 into 6 അങ്ങനത്തെ 3 എണ്ണം വാങ്ങിച്ച് നമുക്ക് മല്ലിയിലയൊക്കെ ഇടാൻ പറ്റുന്നത് സൈസിലുള്ള ഗ്രോ ബാഗാണ് ഇത്. ഇനി അടുത്തത് ഇത് മറ്റേതിനേക്കാളും കുറച്ചുകൂടെ വലിപ്പമുണ്ട്. ഇത് കണ്ടില്ലേ. ഇതിൽ നമുക്ക് നല്ലപോലെ ചീരത്തയ്യൊക്കെ എല്ലാത്തിനും യൂസ് ചെയ്യാം. നമ്മൾക്ക് അധികം വേര് ഇല്ലാത്ത ചെടികൾക്കൊക്കെ ഇത് ഉപയോഗപ്പെടും. കാണുന്നില്ലേ. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് സൈസ് ഉണ്ടായിരുന്നല്ലോ. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 24 into 9. അപ്പം ഇതും അത് തന്നെ 24 into 9 ആണിത്. ഇത് 18 into 6, ഇതിന് 24 into 9.
അപ്പോൾ ഇതിൽ അത്യാവശ്യം നമുക്ക് മല്ലിയൊക്കെ ഇടാം. ഇതിൽ ചീര വിത്ത് പാകാം, ചുവന്ന ചീരയോ പച്ചച്ചീരയോ എന്താ വെച്ചാൽ അത്യാവശ്യം നമുക്ക് ഇതിൽ പന്തലിൽ കയറുന്ന പച്ചക്കറികളൊക്കെ ഇതിൽ നടാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ 4 സൈസിലുള്ളതാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ചെറിയ സ്ഥലമൊക്കെ ഉള്ളവർക്ക് പിന്നെ ടെറസിൽ നമ്മൾ ഗാർഡനിങ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ടെറസിൽ ഗാർഡനിങ് ഒക്കെ ചെയ്യാൻ ഇത് ഏറ്റവും ബെസ്റ്റാണ്. നമുക്ക് ചെറിയ സ്ഥലത്ത് തന്നെ നമുക്ക് എല്ലാം നട്ടു വളർത്തി ഉണ്ടാക്കാൻ പറ്റും. ഇനി അടുത്തത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്റ്റാൻഡ്. ഞാൻ കുറച്ച് സ്റ്റാൻഡേ വാങ്ങിച്ചിട്ടുള്ളൂ ഇപ്പോഴ്. അത് എങ്ങനെയുണ്ട് മെറ്റീരിയൽ എന്നൊക്കെ നോക്കിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. ഇതാണ് ഇത് നേരത്തെ ഞാൻ എല്ലാം കവറൊക്കെ പൊളിച്ച് നോക്കി എങ്ങനെയുണ്ട്, എന്നിട്ട് ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇത് 8 എണ്ണം ഉണ്ട്. ഇത് 8 സ്റ്റാൻഡാണ്. നമുക്കിപ്പോൾ ഒരു ഗ്രോ ബാഗ് ഒക്കെ ഇങ്ങനെ വെക്കാമല്ലോ. ഇതോ ഇങ്ങനെ വെക്കാൻ പറ്റും. ഗ്രോ ബാഗ് ഇതും വെക്കാം, ഇതും വെക്കാം, ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇങ്ങനെ ഗ്രോ ബാഗ് ഒക്കെ വെക്കാൻ പറ്റുന്ന സ്റ്റാൻഡാണ് ഇത്. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് 8 എണ്ണമാണ്. 8 എണ്ണം 500 റുപ്പീസാണ്. നമ്മൾ കുറച്ച് ബൾക്കായിട്ട് വാങ്ങുവാണെങ്കിൽ ഇതിന് റേറ്റ് കുറയും. ടെറസിലൊക്കെ വെക്കാൻ നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ കാണാനും നല്ല ഭംഗിയാണ്. നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അടിവശത്ത് നിന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്യാമല്ലോ. അപ്പോൾ ടെറസും ഈ സ്റ്റാൻഡും തമ്മിൽ ഗ്യാപ്പ് വേണം. എന്താ വെച്ചാൽ നമ്മൾ എന്നും വെള്ളം ഒഴിക്കുന്നതൊക്കെ അല്ലേ, അപ്പോൾ ടെറസ് ഇങ്ങനെ എന്താ പറയുക ലീക്ക് ആവാനും സാധ്യതയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ്. ഇനിയും ഇതേപോലത്തെ സ്റ്റാൻഡ് എനിക്ക് വാങ്ങണം. ജസ്റ്റ് ഞാൻ ഇത് വാങ്ങി നോക്കിയതാണ്, എങ്ങനെയുണ്ട് എന്ന് അറിഞ്ഞിട്ട് വാങ്ങാം എന്ന് വിചാരിച്ചു. പിന്നെ ഇത് നമ്മൾ 4 എണ്ണം ഒന്നിച്ച് വെക്കുവാണെങ്കിൽ ഇതും ഇങ്ങനെ വെക്കാം. 18x6 ഇതും ഇങ്ങനെ വെക്കാം. പിന്നെ ഇതും ഇങ്ങനെ വെക്കാം. 24x9 ഇതും ഇങ്ങനെ വെക്കാം. 24x9 വെക്കാം. അപ്പോൾ എല്ലാ ഗ്രോ ബാഗിനും ഇത് യൂസ്ഫുള്ളാണ്. ഇങ്ങനത്തെ സ്റ്റാൻഡൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാനും ചെടി പരിചരിക്കാനും കുറച്ചുകൂടെ നമുക്ക് ഹൈറ്റ് കിട്ടുമല്ലോ, ഉയരം കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾക്ക് ചെടി പരിചരിക്കാനും സുഖമാണ്. പിന്നെ ബാൽക്കണി, ടെറസിൽ എല്ലാം നമുക്ക് ഉപയോഗിക്കാം. ഇനി ഈ സ്റ്റാൻഡ് ഗ്രോ ബാഗ് ഇതിന് മേലെ വെച്ചിട്ടുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ ടെറസിൽ ഇനി ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് ഞാൻ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, യൂസ്ഫുൾ എന്ന് തോന്നിയെങ്കിൽ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്തു കൊടുക്കുക. ഇതുപോലത്തെ നല്ല ഗാർഡൻ ടിപ്സ്, എനിക്കറിയാവുന്ന ഗാർഡൻ ടിപ്സും കാര്യങ്ങളും വേണമെങ്കിൽ നിഷ വൈബ്സ് ചാനൽ ഫോളോ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ.